അടുത്തിടെ സിനിമാ താരമായിട്ടുള്ള തമന്ന പാട്ടിയ അവരുടെ മോക്കുരു മാറാനായിട്ട് സ്വന്തം ഉമിനീര് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പുള്ള ഉമിനീര് തേച്ച് കഴിഞ്ഞാൽ അത് മുഖക്കുരു മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി. What's your pimple hack? Pimple hack, spit. Thuk. It works. It's I mean, but the morning spit. So like, which is before brushing basically. You do that? Yeah. Because it's scientific, right? നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉമിനീര് എന്ന് പറയുമ്പോൾ അത് വെറും വെള്ളം മാത്രമല്ല, അത് നമ്മുടെ ആഹാരം ദഹിപ്പിക്കാനുള്ള എൻസൈംസുകളുണ്ട്, പ്രോട്ടീനുകളുണ്ട്, ചില ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞാൽ കുറച്ച് കരിക്കാൻ കഴിവുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിനകത്ത് നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില ആളുകളിൽ അത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പൊട്ടിയതിന് ശേഷമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേദന കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മാർഗമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ മോക്കുരു വരാതെ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. തലയിലൊക്കെ എണ്ണ തേച്ച് മുഖത്തോട്ട് ഒഴുകാതിരിക്കാൻ നോക്കുക. അതുപോലെ മുഖം നല്ലോണം എണ്ണ വരുന്ന ഒരു വ്യക്തിയാണ് ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുക. നമ്മുടെ കൈ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക് തൊടരുത്, കാരണം കയ്യിലൊക്കെ ബാക്ടീരിയ ഒക്കെ ഉണ്ട്. അത് പോയി നമ്മുടെ ആ തൊലിയുടെ അടുത്ത് വീഴുമ്പോഴാണ് അത് ഒരുമിച്ച് ഒരു മോക്കുരുവായിട്ട് മാറുന്നത്. ഇത് മാറാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? മോക്കുരു വന്ന ഉടനെ നമുക്ക് സാലിസിലിക് ആസിഡ് മോക്കുരുവിൽ തേച്ച് കഴിഞ്ഞാൽ അത് കുറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ബെൻസോൽ പെറോക്സൈഡും നമുക്ക് മോക്കുരു വരുന്ന സമയത്ത് തേക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇനി 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്ന ഒരു മോക്കുരുവാണ്, മുഖം മൊത്തം മോക്കുരു വരുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് കാണിച്ച് അതിൻ്റെ മരുന്നുകൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ മുഖം എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. കാരണം ശരീരത്തിൻ്റെ ഒരു കണ്ണാടിയാണ് മുഖം. അപ്പോൾ മുഖം ക്ലീൻ ആക്കി എപ്പോഴും വെക്കുക. അതുപോലെ എണ്ണമയം മാക്സിമം കുറയ്ക്കുക, പഞ്ചസാരയുടെയും എണ്ണയുടെയും ഉപയോഗം നല്ലോണം കുറയ്ക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെ മുഖക്കുരു പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മാർഗ്ഗങ്ങളാണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പല ആളുകളും ആ ഒരു വീഡിയോ കണ്ട് ഇത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാർഗ്ഗമാണ്.